പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്. ഈശോയുടെ പീഡാനുഭവത്തെ വളരെ പ്രത്യേകമായി ഓർമ്മിക്കുന്ന ഈ ദിവസത്തിന്റെ അനുഗ്രഹം നമുക്കെല്ലാം ഉണ്ടാവട്ടെ. അതോടൊപ്പം ഇന്ന് ഈശോയുടെ, നമ്മുടെ കർത്താവിന്റെ ദേവാലയ പ്രവേശനത്തിന്റെയും പരിശുദ്ധ അമ്മയുടെ ശുദ്ധീകരണത്തിന്റെയും തിരുനാൾ കൂടി തിരുസഭയിൽ ഇന്ന് ആചരിക്കുന്നു. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മളെ തന്നെ കർത്താവിന് സമർപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഈശോയെ 8-ാം ദിവസം പരിച്ഛേദനത്തിനായി ദേവാലയത്തിൽ കൊണ്ടുചെല്ലുന്നതും അപ്പോൾ പരിശുദ്ധരായ ശിമയോനും അന്നായും ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്തുന്നതുമായ തിരുവചന ഭാഗമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, തിരുവചനം പറയുന്നു, കർത്താവിന്റെ കൽപ്പനകളും നിയമങ്ങളും കൃത്യമായി പാലിക്കുന്ന ഒരു കുടുംബം, കർത്താവിന്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എല്ലാം ചെയ്യാനായി ദേവാലയത്തിലേക്ക് ചെല്ലുന്ന കുടുംബം, ആ കാര്യങ്ങളെ ഒന്നും ചോദ്യം ചെയ്യാതെ, കർത്താവിന്റെ നിയമങ്ങളെയോ കൽപ്പനകളെയോ ഒന്നും ചോദ്യം ചെയ്യാതെ പൂർണ്ണ മനസ്സോടെ അനുസരിക്കാൻ തയ്യാറാകുന്ന കുടുംബത്തെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പറഞ്ഞതിന് പ്രകാരം ദൂതൻ പറഞ്ഞതുപോലെയുള്ള പേര്, ഈശോ എന്ന പേര് കൊടുക്കുന്നു. 8-ാം ദിവസം അവരുടെ രീതി, യഹൂദരുടെ പതിവ് ക്രമം അനുസരിച്ച് 8-ാം ദിവസം ശിശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. കടിഞ്ഞൂൽ പുത്രന്മാർക്ക് വേണ്ടി ചെയ്യേണ്ടിയിരുന്ന ചെങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കണമെന്നുള്ള ആ പതിവ് ചെയ്യുന്നു. കർത്താവ് വഴി, അല്ലെങ്കിൽ അവർക്ക് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന നിയമങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെ ചെയ്യുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ കാണുന്നത്. കർത്താവിന്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഇന്നും നമ്മുടെ ഈ കാലഘട്ടത്തിൽ കൂദാശകൾക്കും മറ്റാഘോഷങ്ങൾക്കും ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ എത്രയോ നിയമങ്ങളാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ, പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ, അതിൻ്റെ എല്ലാം ആഘോഷങ്ങൾ, അതിൻ്റെ എല്ലാം ഫോട്ടോകൾ, വീഡിയോകൾ, ഇപ്പോൾ അതങ്ങനെ ഒത്തിരിയേറെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ കർത്താവിന് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്കൊക്കെ പലപ്പോഴും പ്രാധാന്യം കുറഞ്ഞു പോകുന്നത് പോലെയും തോന്നുന്നു. നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളിലൊക്കെ നമ്മൾ ഏത് നിയമത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവരാകാൻ വേണ്ടി ലോകത്തിൻ്റെ നിയമങ്ങളും രീതികളും പതിവും അനുസരിച്ച് പോവുകയാണോ? അതെയോ കർത്താവിൻ്റെ നിയമങ്ങൾക്ക്, ദേവാലയത്തിലെ കാര്യങ്ങൾക്ക്, ആത്മീയ കാര്യങ്ങൾക്ക്, പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് നമ്മൾ ഒന്നാമതായി പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അങ്ങനെ ദേവാലയത്തിൽ ചെന്നവർക്കാണ് ഈശോയെക്കുറിച്ചുള്ള പ്രവചനം കേൾക്കാനായിട്ട് സാധിച്ചത്. അവർ ആ സമയത്ത് ദേവാലയത്തിൽ ചെന്നതുകൊണ്ടാണ് ശിമയോനും അന്നായും ഈശോയെക്കുറിച്ച് പ്രവചനം നടത്തിയത്. പലപ്പോഴും കണ്ടിട്ടുണ്ട്, അകാരണമായി ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ കുഞ്ഞുങ്ങളുടെ മാമോദീസ പോലെയുള്ള തിരുക്കർമ്മങ്ങളൊക്കെ അകാരണമായി നീട്ടിക്കൊണ്ടുപോകുന്നത്, അതൊക്കെ താമസം കൂടാതെ ചെയ്യാനും ദൈവം നമ്മൾ കൽപ്പിക്കുന്ന ആ നിയമങ്ങൾക്കനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ചിന്ത കൂടി തിരുസഭ നമുക്ക് നൽകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ പാടുപീടകളെ പ്രത്യേകമായി ഓർക്കുന്ന ഈ ആദ്യ വെള്ളിയുടെ പുണ്യത്തിൽ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ലോകത്തിന്റെ താല്പര്യങ്ങൾക്കും നിയമങ്ങൾക്കും പതിവുകൾക്കും ഒക്കെ അപ്പുറത്ത് ദൈവം ഞങ്ങളോട് കൽപ്പിക്കുന്ന നിയമങ്ങളും സഭയുടെ അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ സന്തോഷത്തോടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ എല്ലാവരെയും ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.